ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പലർക്കും പല രീതിയിൽ ഭയങ്ങളാണ്. അതായത് ഷെയർ മാർക്കറ്റ് ഭയങ്കര റിസ്ക് അല്ലേ, അതുപോലെ തന്നെ അത് ഒരു ഗാംബ്ലിംഗ് അല്ലേ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോ റിസ്കിൽ. അപ്പം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഞാൻ പ്രത്യേകമായിട്ട് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റ് ജോലി ചെയ്യുന്നവർ, അതായത് കർഷകർ, അതുപോലെ തന്നെ ഡോക്ടർമാർ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സാധാരണ കച്ചവടക്കാർ, അതുപോലെ തന്നെ സാധാരണ എന്തെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവർ, അവർക്കൊന്നും പകല് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ സമയമില്ല. അപ്പം ഈ ഒരു ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഇക്വിറ്റിയിൽ, അതായത് ഇക്വിറ്റിയിൽ ഡെലിവറി എന്നൊരു നല്ലൊരു ഫ്യൂച്ചറിനെ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇൻട്രാഡേയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനലിലൂടെ ഓൺ ഗ്രൗണ്ടിൽ പ്രാക്ടിക്കലായിട്ടാണ് മുമ്പോട്ട് പോകുന്ന വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഓർത്തിരിക്കുക, ഈ ഇക്വിറ്റിയിൽ ഡെലിവറി എന്ന ഫ്യൂച്ചറിൽ വളരെ ലോ റിസ്ക് ആണ്, അതുപോലെ തന്നെ നല്ല റിട്ടേൺസ് തരുന്നതാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ FDനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അനായാസമായിട്ട് സാധിക്കുന്നതാണ്. അതായത് വീക്കിൽ 2 അല്ലെങ്കിൽ 3 തവണ മാർക്കറ്റ് വാച്ച് ചെയ്ത്, അതുപോലെ തന്നെ ഡെയിലി 1 തവണ മാർക്കറ്റ് വാച്ച് ചെയ്തും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഒന്നുകിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അഡ്വാൻസ്ഡ് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇത് മെയിനായിട്ട് ഇത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഇത് പാർട്ട് ടൈം ആയിട്ടാണ് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ എമർജൻസി ഫണ്ട് അല്ലാത്ത ഫണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണേലും ആദ്യമായിട്ട് ഒരു ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിറ്റിക്കൽ ഭാഗം ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഷെയർ മാർക്കറ്റ്, IPO, NSE, BSE, പിന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സെബി, ഇൻവെസ്റ്റേഴ്സ്, എങ്ങനെയാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ഷെയർ, അതുപോലെ തന്നെ എന്താണ് ഷെയർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കാം. അപ്പം ഞാനൊരു എക്സാമ്പിളാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ജോർജ് കുട്ടി എന്നൊരു ഒരാൾ ഒരു സ്ഥലത്ത് നല്ല ഒരു ചിപ്സ് ഫാക്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വർഷങ്ങളായിട്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. അപ്പം കുറേ നാൾ അത് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നുണ്ട്, ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ ഫേമസ് ആയിട്ടിരിക്കുന്ന ബിസിനസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വീണ്ടും ഗ്രോ ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്ത് ഉദ്ദേശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുറച്ച് കമ്പനിയുടെ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് ഇൻവെസ്റ്റേഴ്സ്, അതായത് പബ്ലിക്കിന് വേണ്ടി അത് പബ്ലിക്കിന് വിൽക്കാൻ തീരുമാനിക്കുന്നു. അപ്പം അവർ പബ്ലിക്ക് മേടിച്ചിട്ട് ആ പൈസ കമ്പനിയിലേക്ക് വരികയും ആ വരുന്ന പൈസ ഉപയോഗിച്ച് കമ്പനിയുടെ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും ജോർജ് കുട്ടിച്ചേട്ടന് സാധിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം ശ്രദ്ധിച്ചിരിക്കുക, അപ്പം ജോർജ് കുട്ടിച്ചേട്ടൻ്റെ ചിപ്സ് ഫാക്ടറിക്ക് ഏകദേശം 5 ലക്ഷം രൂപയാണ് ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ. അതായത് ടോട്ടൽ സ്ഥലം, കെട്ടിടം, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടി അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയാണ് ആ ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ. അദ്ദേഹം അപ്പം ഉദ്ദേശിക്കുന്നത് അതിനെ 1000 ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പെർ ഷെയറിന് 500 രൂപയ്ക്ക് അദ്ദേഹം പബ്ലിക്കിന് വിൽക്കാൻ വേണ്ടി ഇനിഷ്യൽ പബ്ലിക്കേഷൻ ഓഫറിങ്, അതായത് IPO വഴി അത് വിൽക്കാൻ തീരുമാനിക്കുന്നു. അപ്പം IPO എന്താണെന്ന് അറിയണം. IPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് നമ്മൾ ആ ബിസിനസ് അതായത് നമ്മൾ എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പബ്ലിക്കിന് അതിൽ നിന്ന് വാങ്ങാനും വിൽക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇനിഷ്യൽ റേറ്റ്
നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇവിടെ ജോർജ് കുട്ടി ചേട്ടൻ പെർ ഷെയറിന് 500 രൂപയാണ് IPO ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇത് എവിടെ പബ്ലിഷ് ചെയ്യും? അപ്പം അടുത്തതാണ് നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യേണ്ടത് ഒന്നുകിൽ NSE അല്ലെങ്കിൽ BSE, രണ്ട് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. അപ്പം NSE അതുപോലെ തന്നെ BSE. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും ഒരെണ്ണത്തിൻ്റെ അകത്ത് ഈ ജോർജ് കുട്ടിച്ചേട്ടൻ്റെ ചിപ്സ് ഫാക്ടറി ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് NSE അല്ലെങ്കിൽ BSE ഈ കമ്പനി ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം NSE ഏകദേശം ഇപ്പം ഇതുപോലെയുള്ള കമ്പനികൾ 1900 സംതിങ് കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ BSE ഏകദേശം 5400 സംതിങ് കമ്പനീസ് ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSE അല്ലെങ്കിൽ BSE ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയിൽ നിന്ന്, അപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോർജ് കുട്ടിച്ചേട്ടൻ്റെ IPO വന്നു 500 രൂപയ്ക്ക്, അതിൽ NSE അല്ലെങ്കിൽ BSE ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇൻവെസ്റ്ററിന് ഇത് മേടിക്കണം. അപ്പം മേടിക്കണമെങ്കിൽ ഇതിനിടയ്ക്ക് ഇടനിലക്കാരൻ വേണം, അതാണ് സ്റ്റോക്ക് ബ്രോക്കർ. അപ്പം നമുക്ക് ഇവിടെ പല ബ്രോക്കേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സെറോദ, ഏഞ്ചൽ ബ്രോക്കിംഗ്, ആപ്സ്റ്റോക്സ്, മോട്ടിലാൽ ഓസ്വാൾ, ICICIdirect.com, കൊട്ടക് മഹീന്ദ്ര സെക്യൂരിറ്റീസ്, ആക്സിസ് സെക്യൂരിറ്റീസ്, ഇങ്ങനെ പലതരം നമുക്ക് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഇവരുടെ ലാഭം എന്ന് പറയുന്നത് ഇവർ ഇതിന് ഇടനിലക്കാരനായി കഴിയുമ്പോഴത്തേനും ഇത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒരു ട്രാൻസാക്ഷൻ ചാർജ്, ബ്രോക്കറേജ് ഫീസസ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അടുത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതെങ്ങനെ കമ്പയർ ചെയ്ത് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസസ് എങ്ങനെയാണ് കൂടുതലുള്ളത്, ആർക്കാണ് കുറവുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പം അടുത്തതായിട്ട് സെബി. അപ്പം ഈ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ കംപ്ലീറ്റ് ഈ ഇൻവെസ്റ്ററും NSE BSE ഈ സ്റ്റോക്ക് ബ്രോക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തമ്മിൽ കമ്പൈൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരിക്കലും ഒരു കറക്ഷൻ ഉണ്ടാകരുത്. അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം അവർ ആണ് ഈ ടോട്ടലായിട്ട് ഇതിനെ സെക്യൂർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെക്ക് ചെയ്ത്. ഇനി നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ്. ഇത് രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് വരുന്നത്. ഒന്ന് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിലും, രണ്ട് ഷെയർ പ്രൈസ് ചെയ്യുമ്പം അതിൽ നിന്നുള്ള പ്രോഫിറ്റും. അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ്? അതായത് ജോർജ് കുട്ടിച്ചേട്ടൻ്റെ ചിപ്സ് ഫാക്ടറി വീണ്ടും എല്ലാ ക്വാർട്ടറിലും ഇതിൻ്റെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യും. അപ്പം അതിൻ്റെ ഷെയർ ഓണേഴ്സിന് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഡിവിഡൻറ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം ആ ലാഭവിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഇൻവെസ്റ്ററാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷെയറുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ എത്ര ഷെയറാണോ ഉള്ളത് അത്രയും ഷെയറിനനുസരിച്ച് ആ ഡിവിഡൻറ്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അത് ലോങ് ടൈമിലേക്കാണ്. അപ്പോൾ ലോങ് ടൈമിലേക്കുള്ള നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ഡിവിഡൻറ്റ്. രണ്ടാമത്തത് ഷെയർ പ്രൈസ് ഗ്രോത്ത്. അതായത് നമ്മൾ ഒരു ഷെയർ പ്രൈസ്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈസ് 500 രൂപയ്ക്ക് മേടിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ കമ്പനി വളർന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഷെയർ പ്രൈസ് 550, 600, 650 ഇങ്ങനെയൊക്കെ ഗ്രോ ചെയ്ത് പോകും ലോങ് ടൈമിലേക്ക്. അപ്പം ഇത് 550 ആവുകയാണ് എക്സാമ്പിളിന്. അപ്പോൾ 550 ആകുമ്പോഴത്തേനും നമ്മൾ 500 രൂപയ്ക്കാണ് ഒരു ഷെയർ മേടിച്ചത്. അപ്പം 50 രൂപ നമുക്ക് ഒരു ഷെയറിന് ലാഭം ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 50 രൂപ പെർ ഷെയറിന് പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ചാനലിലൂടെ പാർട്ട് ടൈം ആയിട്ട് എങ്ങനെ നമുക്ക് അനായാസമായിട്ട് കുറഞ്ഞ ടൈം ഉപയോഗിച്ച് നമുക്ക് ചെറിയ രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ FDനേക്കാളും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാം എന്നാണ് ഈ പാർട്ട് ടൈം ട്രേഡർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട്
കൃത്യമായിട്ട് ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അഡ്വാൻസ്ഡ് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നിച്ച് പഠിക്കാനും മുമ്പോട്ട് ഗ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം ഒരിക്കലും ഇൻട്രാഡേ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ലോ റിസ്കിൽ ലോങ് ടൈമിലേക്ക് നല്ല ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ 1-2 തവണ കേൾക്കുക. അപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ടേംസ്, അതായത് ഷെയർ മാർക്കറ്റ്, ഡിവിഡൻഡ്, സെബി, NSE, BSE, IPO ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒന്ന് കോമൺ ആയിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് തിയറി പാർട്സ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഓൺ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നിഫ്റ്റി വർക്ക് ആകുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഷെയറിൻ്റെ പ്രൈസ് ഗ്രോത്ത് ചെയ്യുന്നതെന്നും ഡൗൺ ആകുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ വേരിയേഷൻ വരുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.